നമസ്കാരം പ്രിയമുള്ളവരെ. കാശ്മീരിലെ പൽഗ്രാമിൽ തീവ്രവാദി ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടവരുടെ ബന്ധുക്കളുടെ വിലാപം അതിങ്ങനെ കാതുകളിൽ വന്നലക്കുകയാണ്. വല്ലാത്ത ഒരു വിഷമം തോന്നുന്നുണ്ട് അത് കേൾക്കുമ്പോൾ. കാരണം മിക്ക ആളുകളും വിവാഹമൊക്കെ കഴിച്ചിട്ട് അവരുടെ ഹണിമൂൺ ആഘോഷിക്കുന്നതിന് വേണ്ടി എത്തപ്പെട്ടവരാണ്. ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ട് വളരെ കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ. അവരെയാണ് ക്രൂരമാവിധം തീവ്രവാദികൾ അവിടെ കൊന്നുകളഞ്ഞത്. പ്രത്യേകിച്ചും മതം ചോദിച്ചിട്ട് അവർ മുസ്ലിം അല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം കൊന്ന എന്ന് കേൾക്കുമ്പോൾ വല്ലാതെ വിഷമം തോന്നുകയാണ്. പ്രത്യേകിച്ചും മതം ചോദിച്ചു, അതിനുശേഷം അവരുടെ ട്രൗസർ ഉരിഞ്ഞ് അവർ മുസ്ലിം അല്ല എന്ന് ഉറപ്പുവരുത്തി കൊന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള രാമചന്ദ്രൻ എന്ന വ്യക്തി താൻ മുസ്ലിമാണ് എന്ന് കള്ളം പറഞ്ഞു രക്ഷപ്പെടുന്നതിന് വേണ്ടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ചരടും അദ്ദേഹത്തോട് കലിമ ചൊല്ലുവാൻ പറഞ്ഞു. ഒരു മുസ്ലിം അല്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കലിമ ചൊല്ലാൻ കഴിഞ്ഞില്ല. അങ്ങനെയല്ല, അദ്ദേഹം മുസ്ലിം അല്ല എന്ന് ഉറപ്പാക്കി അതിനുശേഷം അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു എന്നുള്ള വാർത്തകളുമൊക്കെ മാധ്യമങ്ങൾ നിലനിൽക്കുകയാണ്. ലോകം എങ്ങോട്ടാണ് പോകുന്നത്? മതം അതിൻ്റെ എല്ലാ തീവ്ര സ്വഭാവവും പ്രകടിപ്പിക്കുന്ന ഒരു സംഭവം. അത് ഏതെങ്കിലും പർട്ടിക്കുലർ മതത്തിൻ്റെതല്ല, എല്ലാ മതവിഭാഗങ്ങളും ഒരു തീവ്ര സ്വഭാവത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സന്ദർഭം. പ്രത്യേകിച്ചും ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നടന്ന ഒരു സംഭവത്തിന് നിരപരാധികളായ കൊന്ന് പ്രതികാരം തീർക്കുന്ന ഒരു മനോഭാവം. മിക്കപ്പോഴും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരൊക്കെ ഭാഗത്ത് തങ്ങളുടെ മതവിശ്വാസത്തിൽപ്പെട്ട ആളുകളെ കൊന്നു എന്നതിൻ്റെ പേരിൽ തീർത്തും നിരപരാധികളായ എതിർവിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ കൊല്ലുന്ന ഒരു പ്രവണത ഇത്രത്തോളം ക്രൂരമാണിത്. പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലെ മനുഷ്യത്വം നശിച്ചു പോവുകയാണോ? നമ്മളൊക്കെ പരസ്പരം മനുഷ്യർ ആണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ധാരണ, അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടായാലും അവിടെ താമസിക്കുന്ന ആളുകൾ മനുഷ്യരല്ലേ, നമുക്ക് അവരുടെയൊക്കെ സഹായം തേടാം എന്ന ഒരു ധാരണയാണ്. പക്ഷേ ഇപ്പോൾ അത് വളരെ മാറിയിരിക്കുന്നു എന്ന് പറയാം. ഏതെങ്കിലും പ്രദേശത്തൊക്കെ പോകുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അവിടെ ഏത് മതത്തിൽപ്പെട്ട ആളുകളാണ് താമസിക്കുന്നത് എന്നൊക്കെ. അത്രമേൽ നമ്മുടെ മനസ്സിലേക്ക് മതം കലുഷിതമായി കടന്നു വരുന്നൊരു കാലഘട്ടമാണിത്. പ്രത്യേകിച്ചും ഭരണകൂടങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ ഒക്കെയുള്ള യുദ്ധത്തിന് സാധാരണ ജനങ്ങളെ, അവരുടെ ജീവനെ എടുക്കുന്ന ഒരു പ്രവണത ഒട്ടും ആശ്വാസകരമല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും പരസ്പരം സ്നേഹവും സൗഹൃദവും ഒക്കെ നിലനിർത്തി പോകേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ്. പൊതുവേ നമ്മളെല്ലാവരും മനുഷ്യരാണ്. ജാതിയും മതവും വർണ്ണവും വർഗവും രാഷ്ട്രീയവും ഒക്കെ നമ്മുടെ ഇടയിൽ വന്നുപെട്ടതാണ്. നമ്മുടെ ജനനശേഷം അത് സംഭവിച്ചതാണ്. പരസ്പരം ഈ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും പരസ്പരം സഹകരിച്ചു ജീവിക്കുവാനാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് പരസ്പരം കൊന്നൊടുക്കാനുള്ള പ്രവണത. കലിമ വിളിപ്പിക്കുന്നു ചിലയിടത്ത് ജയ് ശ്രീരാം വിളിപ്പിക്കുന്നു. കാശ്മീരിൽ ഒരു രീതിയിലുള്ള കൊല നടക്കുന്നു, ഗുജറാത്തിൽ വേറെ രീതിയിൽ കൊല നടക്കുന്നു, ഒറീസയിൽ വേറെ രീതിയിൽ കൊല നടക്കുന്നു, ഗസയിലും ഇസ്രായേലിലും സിറിയയിലും സുഡാനിലും ഒക്കെ വ്യത്യസ്തങ്ങളായ രീതികളിൽ കൊല നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് മനുഷ്യരാശിയെ സംബന്ധിച്ചൊട്ടും ആശ്വാസജനകമല്ല. ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ പേരിൽ മനുഷ്യനല്ലാതായിത്തീരുന്നു എന്നത് വലിയ ദുഃഖകരമായ കാര്യമാണ്. പ്രത്യേകിച്ചും ഈ ജമ്മു കാശ്മീരിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന് ഉത്തരവാദികളായവരെ നമ്മുടെ സൈന്യത്തിന് കണ്ടെത്തി നിഗ്രഹിക്കാൻ കഴിയട്ടെ, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയട്ടെ എന്നല്ല പറയുന്നത്, അവരെ കൊന്നുകളയട്ടെ. കാരണം അത്രത്തോളം ക്രൂരമായ ഒരു സംഗതിയാണ് അവർ ചെയ്തത്. അവർ ഒരു നിമിഷം പോലും ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുവാൻ അത്തരം ഭീകരവാദികൾ അർഹരല്ല. അവരെ കൊന്നുകളയുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒത്തുകൂടി പറഞ്ഞുകൊള്ളട്ടെ, രാഷ്ട്രം ഒത്തൊരുമിച്ച് ഏകകണ്ഠമായി കൈകോർത്ത് ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളെ നേരിടേണ്ട അവസരമാണിത്. രാജ്യത്തിനു പിന്നിൽ, രാഷ്ട്രത്തെ നയിക്കുന്നവരുടെ പിന്നിൽ അടിയുറച്ചു നിന്ന് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഐക്യവും ദൃഢതയും പ്രകടിപ്പിക്കേണ്ട സമയമാണിത്. ഒരു ഇന്ത്യക്കാരെന്ന രീതിയിൽ ആത്മാഭിമാനം പൂണ്ട് രാഷ്ട്രത്തിൻ്റെ ശത്രുക്കൾക്കെതിരെ പൊരുതി നിൽക്കേണ്ട സമയമാണിത്. രാജ്യത്തിൻ്റെ ഐക്യത്തിനു വേണ്ടി മതവും രാഷ്ട്രീയവും ഒക്കെ മറന്ന് നമുക്ക് ഒന്നിച്ചു നിൽക്കാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇടവാങ്ങുന്നു. നമ്മുടെ രാജ്യം ഉന്നതികളിലെത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.